CPM-നെ വിട്ട വിമതർക്കെതിരെ എം.വി. ഗോവിന്ദൻ രംഗത്തെത്തിയിട്ടുണ്ട്. അതായത് വർഗവഞ്ചാർ എപ്പോഴും വർഗവഞ്ചാരാണ്, അവരെ തിരിച്ചെടുക്കുക, അവരെ ഭൂലോകം, അതായത് ഇവർക്ക് മാനസാന്തരം തോന്നിയാൽ ഏത് ഭൂലോകത്തുനിന്ന് വേണമെങ്കിൽ തിരിച്ച് CPM-ലേക്ക് വരാമെന്നാണ് മാഷിന്റെ ഒരു സ്റ്റാൻഡ്. എന്താണ് ഇപ്പൊ മാഷിന് ഇങ്ങനെ തോന്നാൻ കാരണം? മാഷിനെ സംബന്ധിച്ച് കഴിഞ്ഞ 10 കൊല്ലക്കാലം CPM എന്ന് പറയുന്ന പാർട്ടി എന്തോ വലിയൊരു സംഭവമാണ്, ഞങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല, ഞങ്ങൾ തോറ്റു കഴിഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങളാണ് തോൽക്കുന്നത്, ഞങ്ങൾ അങ്ങനെ തോൽക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന മാഷിന് അദ്ദേഹത്തിന്റെ സംസാര ശൈലി വരെ മാറി. ഗോവിന്ദ മാഷിന്റെ സംസാര ശൈലി എടുത്ത് വെച്ച് നോക്കി കഴിഞ്ഞാൽ പഴയ കൂട്ടുള്ള ഒരു എന്റർടൈൻമെന്റ് സാധനമില്ല. ആഗോളപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ കൊണ്ടാണെന്ന് തോന്നുന്നു. നമ്മുടെ ശങ്കരാടിയുടെ ആ ഒരു അതേ ഭാഷ അല്ലേ? ശങ്കരാടിയുടെ ഭാഷയല്ല, CPM-ന് സ്വന്തമായിട്ട് ഭാഷയുണ്ട്. അത് ആശിക്കിന് അറിയാത്തത് കൊണ്ടാണ്. CPM-ന്റെ ഓരോ ലെവലിലുള്ള ഓരോ നേതാക്കന്മാർക്കും ഓരോ ഭാഷകളാണ്, അവർ സംസാരിക്കുന്ന ആ ഭാഷകളിലാണ്. ഇവർക്ക് ത്വാത്വിക ആചാര്യന്മാരുണ്ട്. ത്വാത്വിക ആചാര്യന്മാരുടെ സംസാരമാണെങ്കിൽ നമ്മളെപ്പോലുള്ള ആളുകൾക്ക് മനസ്സിലാകത്തില്ല. അതിന് പാർട്ടി ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് ഓരോ സ്റ്റേജ് കഴിയുമ്പോൾ മാത്രമേ ഈ താത്വിക അവലോകനങ്ങൾ നമുക്ക് മനസ്സിലാകൂ. ഭാഷയ്ക്ക് ഒരു പ്രോ ലെവലാണെന്ന് വേണം പറയാൻ അല്ലേ? ഭാഷനൊന്നും അളക്കാൻ നമ്മൾ വളർന്നിട്ടില്ല. നമ്മൾ നമ്മുടെ സ്റ്റാൻഡേർഡിൽ നിന്ന് വേണം പറയാൻ. മാഷൊക്കെ എവിടെ നിൽക്കുന്നു, നമ്മളൊക്കെ എവിടെ നിൽക്കുന്നു. അപ്പൊ അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. മാഷിന്റെ താത്വിക അവലോകനങ്ങൾ മനസ്സിലാക്കാനുള്ള ബുദ്ധി വികാസമോ മനോബല വികാസമോ നമുക്കില്ല. നമുക്ക് കൊച്ചു കൊച്ചു രീതിയിലൊക്കെ പറഞ്ഞു പോവാമെന്നല്ലാതെ നമുക്ക് അദ്ദേഹം കേൾക്കുമ്പോ ഇയാൾ എന്ത് പറയുന്നത് ഇങ്ങനെ പറയാനേ നമുക്ക് പറ്റൂ. നമുക്ക് അറിവില്ല, പക്ഷേ നമുക്കറിവില്ല, നമുക്കത് മനസ്സിലാക്കാനുള്ള അറിവില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ മാഷിനെ സംബന്ധിച്ച് കഴിഞ്ഞ 10 കൊല്ലക്കാലം CPM എന്ന് പറയുന്ന പാർട്ടി എന്തോ വലിയ കാര്യങ്ങളൊക്കെ ആയിരുന്നെങ്കിൽ ഇന്ന് പാർട്ടിയിൽ ജൈവിലിക്കാൻ ആളെ കിട്ടാത്തൊരവസ്ഥയിലൂടെ കടന്നുപോവുകയാണ്. കാരണം കാലഘട്ടത്തിൻ്റെ മാറ്റമാണ്. സമരങ്ങൾ ഒരുപാട് മാറിയിട്ടുണ്ട്. ഇന്ന് പൊതുനിരത്തിൽ ഇറങ്ങി ഒരു 10 മിനിറ്റ് സമരം ചെയ്താൽ സമരക്കാരോട് നീയൊക്കെ എന്തിനാണ് സമരം ചെയ്യുന്നത്, സമരം ചെയ്തിട്ട് നിനക്കൊക്കെ വല്ലതും കിട്ടിയോ എന്ന് ചോദിക്കുന്ന ജനങ്ങളാണ് ഉള്ളത്. കാരണം സമരത്തിൻ്റെ രീതികൾ മാറേണ്ട കാലഘട്ടമായിരിക്കുന്നു. ജനങ്ങളെ സംബന്ധിച്ച് അവനവൻ എന്തെങ്കിലും ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ അവനവന് ജീവിക്കാൻ കഴിയൂ എന്ന് പറയുന്ന മനോനിലയിൽ ജനങ്ങൾ എത്തിയിരിക്കുന്നു. കാരണം അത്രയും വലിയ പ്രശ്നങ്ങളാണെങ്കിൽ ജനങ്ങൾ സപ്പോർട്ട് ചെയ്യും. ജനങ്ങൾ അവർക്കൂടെ തോന്നണം, ഈ സമരം ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ പ്രശ്നങ്ങൾ മാറും, ഇത് നമ്മുടെ വിഷയമാണെന്ന് ജനങ്ങൾക്ക് അവരുടെ കൂടെ വിഷയമാണ് എന്ന് അവർക്ക് തോന്നണം. പക്ഷേ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നമ്മൾ എന്താണ് കണ്ടിട്ടുള്ളത്? ഒരു വിഷയവുമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും 2 പേര് തമ്മിൽ തല്ലുന്നു, നാളെ സമരം, നാളെ ഹർത്താല്, ഞങ്ങളെ തൊട്ടവന്മാർ ആരും ഇനി ഇവിടെ ഇറങ്ങി നടക്കണ്ട എന്ന് പറയുന്ന രീതിയിൽ സമരം അല്ലെങ്കിൽ ഹർത്താല്, കടകൾ തല്ലിപ്പൊളിക്കുന്നു. ഇതെല്ലാം അവസാനം റോഡിൽ കണ്ട ഒരു അജ്ഞാത മൃതദേഹം തങ്ങളുടെ പാർട്ടിയിലുള്ളതാണ് എന്ന് പറഞ്ഞ് അതിന്റെ പേരിൽ നടത്തിയിട്ടുണ്ട് ഈ കേരളത്തിൽ ഒരു പ്രതിഷേധം. ആ കാലഘട്ടമൊക്കെ മാറി എന്നാണ് പറയാനുള്ളത്. കാരണം സാമൂഹ്യ മാധ്യമങ്ങളുടെ വരവോടുകൂടി സമരങ്ങൾ അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾക്ക് മറ്റൊരു മുഖം ഉണ്ടായിട്ടുണ്ട്. ഇന്ന് നിങ്ങൾക്ക് ഫോണിലൂടെ പ്രതിഷേധിക്കാം, ഫോണിലൂടെ നിങ്ങൾക്ക് സമരങ്ങൾ സൃഷ്ടിക്കാം, ഇതെല്ലാം ഉണ്ട്. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് തെരുവിലിറങ്ങി മറ്റൊരാളുടെ സമാധാനം നശിപ്പിക്കുന്ന രീതിയിൽ, മറ്റൊരാളെ ആക്രമിക്കുന്ന രീതിയിൽ, മറ്റുള്ളവരോട് ധാർഷ്ട്യം കാണിക്കാൻ വരുന്ന രീതിയിൽ സമരങ്ങൾ നടത്തുമ്പോഴാണ് വിഷയം വരുന്നത്. ഇന്ന് പല സമരങ്ങളിലും ചോദ്യം ചോദിക്കുന്ന അമ്മമാരെയും അച്ഛന്മാരെയും നമുക്ക് കാണാൻ കഴിയും. അത് കാലഘട്ടത്തിൻ്റെ മാറ്റമാണ്, കാലഘട്ടത്തിന് അനിവാര്യതയാണ്. കാരണം സമരങ്ങൾ എല്ലാ കാലവും നമ്മൾക്കറിയാം, ഒരു സമര പാരമ്പര്യമുണ്ട് കേരളത്തിന്. നമ്മൾ നേടിയെടുത്തിട്ടുള്ള നമ്മുടെ എല്ലാ അവകാശങ്ങൾക്കും, ഞാൻ സമരത്തെ കുറ്റം പറയുകയല്ല, നമ്മൾ നേടിയെടുത്തിട്ടുള്ള നമ്മുടെ എല്ലാ അവകാശങ്ങൾക്കും ഒരു സമര പാരമ്പര്യമുണ്ടായിരുന്നു, സമര പോരാട്ട വീര്യങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളിരുന്ന് സംസാരിക്കുന്ന കാര്യത്തിന് പോലും സ്വാതന്ത്ര്യം നേടിത്തന്നതുകൊണ്ടാണ് ഇന്ന് കാണുന്ന രീതിയിൽ. ഇപ്പോൾ സ്വാതന്ത്ര്യം അന്ന് കിട്ടാത്ത രാജ്യങ്ങൾക്ക് പിന്നീട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് നമ്മൾ നേടിയെടുത്ത സ്വാതന്ത്ര്യമാണ്, നമ്മുടെ പൂർവികർ നമുക്കായിട്ട് നേടിത്തന്നിട്ടുള്ള സ്വാതന്ത്ര്യമാണ്. അപ്പോൾ ആ സ്വാതന്ത്ര്യത്തിൻ്റെ മേൽ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് പല രാഷ്ട്രീയ പാർട്ടിയുടെ സമരങ്ങളും മാറുന്നത് കണ്ടിരുന്നു. പക്ഷേ ഇതിനെല്ലാം ശേഷം ഇപ്പോൾ CPM-നെ സംബന്ധിച്ച് CPM എന്ന് പറയുന്നത് വിപ്ലവ പ്രസ്ഥാനമായിട്ടാണ് അവർ പറയുന്നത്. അപ്പോൾ അവർക്ക് കുറേ അജണ്ടകളുണ്ട്, അവർക്ക് കുറേ നിലപാടുകളുണ്ട്, പ്രത്യയശാസ്ത്രങ്ങളുണ്ട്, നിലപാടുകളുണ്ട്. ഇപ്പോൾ ഗോവിന്ദ മാഷിനെ പോലുള്ള ആളുകളുടെയൊക്കെ നിലപാട് എന്ന് പറയുന്നത് അധികാരമുള്ള കാലത്തോളം ഞങ്ങളെ ഒന്നും തൊടാൻ ആരും വരില്ല എന്നുള്ളൊരു ധാർഷ്ട്യമായിരുന്നു. ആ ധാർഷ്ട്യങ്ങൾ അവസാനിച്ചു എന്നതിൻ്റെ ഒരു മറുപുറമാണ്. കാരണം പാർട്ടിയെ വിമർശിച്ചതിൻ്റെ പേരിൽ
ഈ തെരഞ്ഞെടുപ്പിൽ, അതായത് കഴിഞ്ഞു പോയിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏകദേശം 2 മാസം പോലും ആകുന്നില്ല റിസൾട്ട് വന്നിട്ട്, ഈ കഴിഞ്ഞു പോയിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ CPM ഉണ്ടായിട്ടുള്ള തളർച്ച എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വിശ്വസിച്ചിരുന്ന ആളുകൾ കുത്തിയതിന്റെ ഫലമാണ്. എങ്ങനെയാണ് മാറ്റി കുത്തിയത്? ഇപ്പൊ പയ്യന്നൂര് ഇന്നത്തെ MLA ഉണ്ട്, അറിയാമോ? പേരറിയാമോ? വി കുഞ്ഞികൃഷ്ണൻ. ഈ വി കുഞ്ഞികൃഷ്ണൻ എങ്ങനെയാണ് MLA ആയത്? ഈ പാർട്ടിയിലെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടിയതിന്റെ പേരിൽ പാർട്ടി പുറത്താക്കിയതാണ്. രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് നടന്നു എന്ന് ലോകത്തെ വെളിപ്പെടുത്തിയതിന്റെ പേരിൽ അദ്ദേഹത്തെ കള്ളനാക്കി, വർഗവഞ്ചനാക്കി, ചതിയനാക്കി. അതിന്റെ തെളിവുകൾ പുറത്തുവിട്ടപ്പോൾ പോലും അതുവരെ മാനിപ്പുലേഷൻ ആണെന്ന് പറഞ്ഞ് ക്യാപ്സുകൾ ഇറക്കിയ ടീംസ് ഇവിടെ ഉണ്ട്. അല്ല, അദ്ദേഹത്തിന്റെ വിജയം എന്ന് പറയുന്നത് അത് കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന ഒരാളുടെ വിജയം മാത്രമല്ല. ഈ പാർട്ടിയെ ചോദ്യം ചെയ്തതിന്റെ പേരിൽ, ഈ പാർട്ടിയെ വിമർശിച്ചതിന്റെ പേരിൽ, ഈ പാർട്ടി നന്നായി കാണണം എന്ന് പറഞ്ഞതിന്റെ പേരിൽ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയത്. ഈ പാർട്ടി ഭരിക്കുന്നത് മദ്യപാന സംഘങ്ങളാണ്, മയക്കുമരുന്ന് മാഫികളാണ്, ലഹരി സംഘങ്ങളാണ്, മണ്ണ് മാഫികളാണ്, ഗുണ്ടാ സംഘങ്ങളാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഈ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ ആളുകളാണ്. എങ്ങനെയാണ് ആലപ്പുഴ ജില്ലയിൽ ഇപ്പോ നമുക്കറിയാവുന്ന ജി സുധാകരൻ അമ്പലപ്പുഴയിൽ നിന്ന് എങ്ങനെയാണ് MLA ആയി വിജയിച്ചു വന്നത്? ഇതെല്ലാം ഓരോ പാഠങ്ങളാണ്. CPM-നെ സംബന്ധിച്ച് ഇത് പാഠങ്ങളുടെ ഒരു കാലഘട്ടമാണ്. അവരെ പഠിപ്പിക്കുകയായിരുന്നു കേരളത്തിലെ ജനങ്ങൾ. ആദ്യത്തെ പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ വിജയിച്ചു. രണ്ടാമത്തെ പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ 99 സീറ്റ് കൊടുത്തിട്ടാണ് വിജയിപ്പിച്ചത്. അന്ന് മതി മറന്നുപോയി. ഈ 99 ഇനി നിങ്ങൾ എത്ര മാധ്യമങ്ങളാണ് ഇവിടെ കിടന്ന് പറഞ്ഞത്, 99-ൽ നിന്ന് നിങ്ങളൊന്ന് പുറകിലേക്ക് പോകണമെങ്കിൽ എത്ര സീറ്റുകൾ നിങ്ങൾ പിടിക്കണമെന്ന് പറഞ്ഞു. ആ 99 കഴിഞ്ഞ് 102 എന്ന് പറയുന്ന അവിശ്വസനീയമായ സംഖ്യയിലേക്ക് UDF അധികാരത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അത് ഈ പാർട്ടിയെ വിമർശിച്ചതിന്റെ പേരിൽ, ഈ പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കിയതിന്റെ പേരിൽ പ്രതികാര നടപടി നേരിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിശ്വസിച്ചിരുന്ന ആളുകൾ തിരിച്ചു കുത്തിയതിന്റെ ഫലമാണ്. അത് മനസ്സിലായി തുടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപക്ഷെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഈ 3 പേരെയും വിജയിപ്പിച്ചത്. ഏറ്റവും കൂടുതൽ അവർക്ക് പിന്തുണ നൽകിയത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ കേരളത്തിൽ തന്നെ നിലനിൽക്കണം, അല്ലെങ്കിൽ ഈ ഒരു പാർട്ടിക്ക് അധപതനം ഉണ്ടാവരുത് എന്ന രീതിയിലുള്ള ആ ഒരു രീതിയിൽ ചിന്തിച്ചവരാണ് ഈ 3 പേരെയും കൂടുതൽ ജയിപ്പിച്ചു വിട്ടത്. അല്ല, ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 3 പേര് മാത്രമല്ല, ഇത് ആൾരൂപങ്ങൾ മാത്രമാണ്. അതിന്റെ പിന്നിൽ 1000 ആളുകളുണ്ട്. ഇപ്പോ ഗോവിന്ദ മാഷിനെ പോലെ, ജി സുധാകരനെ പോലെ, അതേപോലെ തന്നെ കുഞ്ഞികൃഷ്ണനെ പോലെ 1000 ആളുകൾ. അപ്പോൾ ആ ആളുകളുടെ പ്രതിനിധികളായിട്ടാണ് ഇന്നവർ നിയമസഭയിലുള്ളത്. അപ്പോൾ CPM-ന് മനസ്സിലായി തങ്ങളുടെ ഭാഗത്തായിരുന്നു തെറ്റ്. തങ്ങളെ ചോദ്യം ചെയ്തതിന്റെ പേരിൽ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയത് തെറ്റായിരുന്നു. ഇന്ന് ഈ തോൽവിയിലാണ് ഇതെല്ലാം പഠിക്കുന്നത്. എന്നിട്ടും അവരുടെ അഹങ്കാരം മാറ്റാൻ, അല്ലെങ്കിൽ ആ അഹങ്കാരത്തിൽ നിന്നു പോകാനാണ് അവർ തീരുമാനിക്കുന്നതെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ എനിക്കൊരു സംശയം എന്താണെന്നറിയോ രാഹുൽ, അതായത് ഈ വി കുഞ്ഞികൃഷ്ണനോടും അല്ലെങ്കിൽ TK ഗോവിന്ദനോടും പറയുന്നത് നിങ്ങൾ തിരുത്തി വേണം തിരിച്ചു വരാൻ. അതായത് അവർ വിശ്വസിച്ചിരുന്നു, അവരുടെ കമ്മ്യൂണിസ്റ്റ് മൂലങ്ങൾ, ഈ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇവർ അടിയുറച്ച് വിശ്വസിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. അത് വിട്ട് ഇവരുടെ രീതിയിലേക്ക് മടങ്ങി വരണമെന്നാണ് പറയുന്നത്. അതായത് MV ഗോവിന്ദനെ പോലുള്ള ഈ ഒരു എന്താ പറയാ, ഒരു അഹങ്കാരത്തിന്റെ ആൾരൂപമായ MV ഗോവിന്ദന്റെ ഒക്കെ ശൈലിയിലേക്ക് ഇവർ മടങ്ങി വരണമെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. അതിന് ഇവർ തയ്യാറാവുമെന്ന് തോന്നുന്നുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ പാർട്ടിയെ സംബന്ധിച്ച് ഈ പാർട്ടി തെരഞ്ഞെടുപ്പിന് ശേഷം പറഞ്ഞെന്താണ്? തോൽവി ഞങ്ങൾ പഠിക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യത്തോടെ പറയാനുള്ള അവകാശം ഉണ്ടാകും. ഈ സ്വാതന്ത്ര്യം ഇവർ കൊടുക്കേണ്ട അവകാശമാണോ? ഒരു പാർട്ടിയിൽ ആ പാർട്ടിയെ വിമർശിക്കാൻ ആ പാർട്ടിയാണോ സ്വാതന്ത്ര്യം കൊടുക്കേണ്ടത്? പിന്നെ എന്തിനാണ് ഇവിടെ ഭരണഘടന ഉള്ളത്? നമ്മളൊക്കെ ഇവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ അവിടെ AKG സെന്ററിൽ പോയിട്ട് നാളെ ഞങ്ങൾ നിങ്ങൾക്കെതിരെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്, നിങ്ങളെ ഒന്ന് വിമർശിക്കുന്നുണ്ട്, നിങ്ങൾ അതിനുള്ള സ്വാതന്ത്ര്യം തരണം, അനുവാദം തരണമെന്ന് നമ്മൾ കൊണ്ടുവന്ന് ഒപ്പിട്ട് പേപ്പറുമായിട്ട് വന്നിട്ട് ഇവിടെ നിന്ന് അവർക്കെതിരെ വിമർശിക്കണോ? ഒരു പാർട്ടിയിൽ, ആ പാർട്ടിക്കുള്ളിൽ, പാർട്ടി എന്ന് പറയുന്നത് ഗോവിന്ദ മാഷോ പിണറായി വിജയനോ അപ്പോ പിണറായി വിജയനോ മകളോ അങ്ങനെയുള്ള ആളുകളൊന്നും അല്ലല്ലോ. ഈ പാർട്ടി എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ കൂടി ചേരുമ്പോഴല്ല പാർട്ടി ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അത് നേതാക്കന്മാരുണ്ട്, നേതൃത്വമുണ്ട്. പക്ഷെ പാർട്ടി എന്ന് പറയുന്നത് അണികളും ഒപ്പം ചേരുമ്പോഴല്ലേ, അണികളും അതിനെ വിശ്വസിക്കുന്ന അതിലെ അംഗങ്ങളായിട്ടുള്ള ആളുകളും കൂടെ ചേരുമ്പോഴല്ലേ.
ഇപ്പോൾ കേരളത്തിലെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അണികൾക്കപ്പുറത്തേക്ക് ഒരു പാർട്ടിയിൽ അല്ലെങ്കിൽ ഒരു ചിന്താഗതിയിൽ ഈ പാർട്ടി വന്നാൽ നന്നാകും, അതിൻ്റെ ഒരു അവർ പാർട്ടിയിലെ അംഗങ്ങളായിരിക്കത്തില്ല, അവർ പാർട്ടി പരിപാടിയിൽ പോകില്ല, പക്ഷേ ആ പാർട്ടി അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകളും കൂടെ ചേരുമ്പോഴാണ് ഒരു പാർട്ടി ഉണ്ടാകുന്നത്. അപ്പോൾ ആ പാർട്ടിയിൽ സ്വാതന്ത്ര്യം വേണമെങ്കിൽ ആ പാർട്ടിയിലെ നേതാവിനെ വിമർശിക്കണമെങ്കിൽ നേതാവിൻ്റെ അടുത്ത് പോയിട്ട് നേതാവിനോട് ചോദിക്കണം, ഞാൻ താങ്കളെ ഒന്ന് വിമർശിച്ചോട്ടെ, അതിനുശേഷം വന്നിട്ട് വിമർശിക്കണം. ഇല്ലെങ്കിൽ എന്താണ് പാർട്ടിയിൽ നടപടി. അങ്ങനെ പാർട്ടിയിൽ കീഴ്ഘടകത്തിലേക്ക് തള്ളിപ്പെട്ടു പോയ എത്ര ആളുകളാണുള്ളത്. അതെ, ഇതുപോലെ ഈ ഒരു പരാജയത്തിന് സമ്പൂർണ്ണ കാരണം അല്ലെങ്കിൽ ഇതിനൊരു മൂലകാരണം എന്ന് പറയുന്നത് എം.വി. ഗോവിന്ദനാണെന്ന് അവകാശപ്പെട്ട് ഒരു പാർട്ടി പ്രവർത്തകൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. പിറ്റേ ദിവസം അയാളെ ആ ഒരു സ്ഥാനത്ത് നിന്ന് നേരെ തരം താഴ്ത്തുകയാണ് ചെയ്തത്. ഇതാണോ ഇവർ പറയുന്ന ഈ സ്വാതന്ത്ര്യം? അതായത് അണികൾക്ക് വിമർശിക്കാനും അല്ലെങ്കിൽ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറയുന്ന ഈ എം.വി. ഗോവിന്ദൻ പറഞ്ഞ ഈ സ്വാതന്ത്ര്യം, അതാണോ ഈ പറയുന്നത്? ഈ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ പാർട്ടിയിലേക്ക് വരാം. ഈ ഞങ്ങൾ കുറച്ച് സ്വാതന്ത്ര്യമൊക്കെ കൊടുക്കുന്ന ഒരു പുരോഗമന പ്രസ്ഥാനമാണ്. കുറച്ച് സ്വാതന്ത്ര്യമൊക്കെ ഞങ്ങൾ അനുവദിക്കും ഞങ്ങളുടെ അണികൾക്കൊക്കെ. പേരിന് സ്വാതന്ത്ര്യം, അണികൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്ന വേറെ പാർട്ടി ഉണ്ടെന്നേ. ഇത്രയും വലിയ എന്നെ നേതാവിനെ വിമർശിക്കണമെങ്കിൽ നേതാവിനോടൊന്ന് ചോദിച്ചാൽ മതി, ഞാൻ ഒന്ന് വിമർശിച്ചോട്ടെ. നേതാവ് നല്ല മൂഡിലാണെങ്കിൽ പറഞ്ഞു ഞങ്ങളെ വിമർശിക്കണം എന്ന് എത്ര നേതാക്കന്മാർ പറയുന്നുണ്ട് ആ പാർട്ടിയിൽ. ഞങ്ങളെയും നിങ്ങൾ വിമർശിക്കണം, വിമർശനാതീതമായി ഒന്നുമില്ല, എന്നാ വിമർശിച്ചു കഴിഞ്ഞാൽ പക്ഷെ പാർട്ടി നിങ്ങൾ പുറത്താക്കും അല്ലെങ്കിൽ തരം താഴ്ത്തും. അതും കൂടെ അനുഭവിക്കാമെങ്കിൽ നിങ്ങൾ വിമർശിച്ചോ. അപ്പോൾ ആ സ്വാതന്ത്ര്യത്തോട് വരാൻ കഴിയുന്ന ആളുകൾക്ക് ഈ പാർട്ടിയിലേക്ക് വരാം. ഇല്ലെങ്കിൽ കടക്ക് പുറത്ത്. ഇപ്പോഴും അതേ സിസ്റ്റത്തിൽ തന്നെയാണ് ആ പാർട്ടി പോകുന്നത്, ഒരു മാറ്റവും ഇല്ല.